കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി, എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. ഈ വാക്യങ്ങൾ കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. യാക്കോബ് എന്ന ദൈവ മനുഷ്യൻ തൻ്റെ ഭാര്യമാരോടും ലേയയോടും റാഹേലിനോടും അവരുടെ അപ്പനായ ലാബാനെ പറ്റി പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് അല്ലേ. ഏകദേശം 20 വർഷത്തോളം കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ യാക്കോബിൻ്റെ ആയുസ്സും ആരോഗ്യവും അവിടെ ചെലവഴിച്ചു അല്ലേ. പല നന്മകൾ അവന് അത് മുഖാന്തരം ലഭ്യമായി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു യാക്കോബ് എന്നുള്ളത് കൊണ്ട് തന്നെ യാക്കോബ് കൈവച്ച് അധ്വാനിച്ച മേഖലകളിലെല്ലാം ഒരു വർധനവും വിശാലതയും ദൈവം അവൻ്റെ ജീവിതത്തിൽ ലാബാന്റെ കുടുംബത്തിനകത്ത് സമൃദ്ധമായി കൊടുക്കാൻ തക്കവണ്ണം ഇടവന്നു. എന്നാൽ യാക്കോബിന് അർഹിക്കത്തക്ക നന്മയോ അവകാശങ്ങളോ ഒന്നും അവന് ലഭ്യമായില്ല എന്നുള്ളതും സത്യമാണ്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഠിനമായ പ്രയത്നം, നമ്മുടെ ശുശ്രൂഷ, പലതരത്തിൽ നമ്മൾ പലർക്കും വേണ്ടി അല്ലെങ്കിൽ പല മേഖലകൾക്കും വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യാറുണ്ട് അല്ലേ. അത് മുഖാന്തരം നേട്ടം മറ്റു പലർക്കും ഉണ്ടാകാം, മറ്റു മേഖലകൾക്കുണ്ടാകാം. പക്ഷേ നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യത്തില്ല, ഇല്ലാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. 20 വർഷം അധ്വാനിച്ചിട്ട് 20 വർഷം പ്രയത്നിച്ചിട്ട് ഒരു നല്ല വാക്ക് അവന് വേണ്ടി പറയാൻ കഴിയാതെ, ഇല്ലെങ്കിൽ ഒരു നല്ല പ്രതിഫലം അവന് കൊടുക്കാൻ കഴിയാതെ, ഇവിടെ പറയുന്ന യാക്കോബ് പറയുന്നത് എങ്ങനെയാണ്? 10 വട്ടം എൻ്റെ പ്രതിഫലം മാറ്റി നിങ്ങളുടെ അപ്പൻ എന്നെ ചതിപ്പാനിടവന്നു എന്നാണ് യാക്കോബ് സ്തോത്രം ആ മക്കളോട് പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 2 കാര്യങ്ങളോട് വ്യക്തമാണ്. ഒന്ന്, പ്രതിഫലം മാറ്റി. 2 സ്തോത്രം ലാബാൻ യാക്കോബിനെ ചതിപ്പാനിടവന്നു. സ്തോത്രം. ഇതല്ലേ സംഭവിക്കുന്നത്? എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ അധ്വാനിച്ചിട്ട് ഒരു നല്ല വാക്കെങ്കിലും പറയാൻ കഴിയും. പ്രതിഫലം എന്ന 2ാമത്തെ കാര്യമാണ്. സ്തോത്രം. ഒരു നല്ല വാക്ക് അവർക്ക് പറയാൻ കഴിയാതെ സ്തോത്രം വിഷമിപ്പിക്കുന്ന, ദോഷം ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു മേഖല നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. ദോഷം ചെയ്യുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ അധ്വാനങ്ങൾക്ക് ഫലം കിട്ടാതെയും നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഒരു റിവാർഡ് ഇല്ലെങ്കിൽ റിസൾട്ട് ലഭ്യമാകാൻ കഴിയാതെ വണ്ണം ലാബാൻ അന്ന് യാക്കോബിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പോരാടിയെങ്കിൽ ഇന്നും ചില ലാബാന്യ ശക്തികൾ നമുക്കെതിരെ നിൽക്കുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. നമ്മളെ ചതിക്കുന്ന, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പോലും ഒരു ഫലം അല്ലെങ്കിൽ ഒരു റിസൾട്ട്, ഒരു പ്രതിഫലം നമുക്ക് തരാതെ, സ്തോത്രം, നമ്മുടെ അധ്വാനത്തിനൊരു നല്ല വാക്ക് പറയാതെ നമ്മളെ ചതിക്കുന്ന ലാബാന്യ ശക്തികൾ ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റിലും ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിന്നെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്തോത്രം, ലൂസ് എന്ന പട്ടണത്തിൽ അന്തിയുറങ്ങുന്ന യാക്കോബിനെ ബലപ്പെടുത്തിയ ഒരു ദൈവകരമുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞൊരു കർത്താവ് തിരികെ ലാബാന്റെ വീട്ടിൽ നിന്ന് 20 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ ഇടപെടൽ അനുസരിച്ചാണ് യാക്കോബ് ലാബാന്റെ കൂടാരം വിട്ടിറങ്ങുവാൻ തക്കവണ്ണം ഇവിടെ വന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമേ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ചില ലാബാന്യ മേഖലകൾ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതിനെ തകർക്കുവാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. അതുകൊണ്ട് പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ദൈവപ്രവൃത്തിക്കായിട്ട് കാത്തിരിക്കാൻ. ലാബാൻ നിനക്കെതിരെ ദോഷം ചെയ്യാൻ ആഗ്രഹിച്ചാലും അവനെ കൊണ്ട് ദോഷം ചെയ്യിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം മറക്കരുത്. ദൈവത്തിൻ്റെ കരുതലും കൃപയും നമ്മോടൊപ്പം ഉണ്ടായിരിക്കാൻ ഇടവരട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകളിൽ മറയ്ക്കണമേ, കൃപ കൂടെ ഇരിക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമേ. ജീവിതത്തിന് ചുറ്റിലുമായി ചതിക്കുവാൻ തക്കം പാർത്തിരിക്കുന്ന, ഇല്ലെങ്കിൽ സ്തോത്രമല്ലേറിയ പ്രതിഫലം മാറ്റാൻ തക്കം പാർത്തിരിക്കുന്ന ലാബാന്യ ശക്തികളെ ഇന്ന് പ്രഭാതത്തിൽ ദൈവം അഴിച്ചു മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം വഴി തുറക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.